ക്രൈസ്റ്റ് ചർച്ചിലത്തെ മറ്റൊരു ടൂറിസ്റ്റിക് ആക്ടിവിറ്റിയാണ് പണ്ടിങ് എന്ന് പറയുന്നത്. പണ്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള ഓപ്പൺ ബോട്ടുകളാണ് നമ്മളീ കാണുന്നത്. ഒരു ബോട്ടിനകത്തൊരു 8-9 ആളുകൾക്കൊക്കെ കയറാൻ പറ്റും. കൂടാതെ നമ്മുടെ കൂട്ടത്തിൽ കമൻ്ററി പറയാനും വള്ളം തുഴയാൻ വേണ്ടിയിട്ടുമായിട്ട് ഒരാളും ഉണ്ടാവും. നമ്മുടെ നാട്ടിലത്തെ വള്ളം തുഴയുന്നത് കണ്ടിട്ടുള്ളവർക്ക് കണ്ടാൽ മനസ്സിലാകും. ദേ അത് കണ്ടോ, അതാണ് ആ വള്ളം തുഴയുന്ന കഴുക്കോല് പോലത്തെ തുഴ. അതിനു മുമ്പ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഡക്ക് ഫീഡിംഗ് ഒക്കെ ചെയ്യാനും പറ്റും. പിന്നെ ഈ ആവോൺ റിവറിൽ കൂടെയുള്ള 30 മിനിറ്റ് റൈഡെന്ന് പറയുന്നത് തികച്ചും സേഫാണ്. അതുകൊണ്ട് ബോട്ടിൽ അങ്ങനെ ലൈഫ് ജാക്കറ്റ്സും കാര്യങ്ങളും ഒന്നുമില്ല. കാരണം നമ്മുടെ ഒരു ഹാഫ് ആയിട്ടുള്ള വെള്ളം മാത്രമേ അതിലുള്ളൂ. പിന്നെ ആകെപ്പാടെ പേടിക്കേണ്ടത് ഈ കാണുന്ന ഈലുകളെ മാത്രമാണ്. അവരിങ്ങനെ ചെറുതായിട്ട് ബൈറ്റ് ചെയ്യുമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ അതിനെക്കൊണ്ടും വലിയ ശല്യമൊന്നുമില്ല. എല്ലാവർക്കും അറിയാവുന്നതുപോലെ ന്യൂസിലൻഡിൽ സ്നേക്കുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് നല്ല സേഫ് റൈഡാണ് 30 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും. ബൊട്ടാണിക്കൽ ഗാർഡനാണ് നമ്മുടെ ഒരു സൈഡിൽ, അങ്ങോട്ട് പോകുമ്പോൾ റൈറ്റ് സൈഡിൽ കാണുന്നത്. ലെഫ്റ്റ് സൈഡിൽ ക്രൈസ്റ്റ് ചർച്ചിലത്തെ ടൗണാണ്. പക്ഷേ 30 മിനിറ്റ് റൈഡ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ടൈമാണ്. ഞങ്ങൾ പോയ ബോട്ടിലാണെന്നുണ്ടെങ്കിൽ ആകപ്പാടെ ഒരു അപ്പച്ചനും അമ്മച്ചും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ശരിക്കും നല്ല ഭംഗിയുള്ളൊരു 30 മിനിറ്റ് റൈഡായിരുന്നു. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സിംഗിളായിട്ടോ അല്ലെങ്കിൽ 2 പേർക്കോ ഒക്കെ പോകാവുന്ന കയാക്കിംഗ് ബോട്ടുകൾ വേറെയുണ്ട്. നമ്മൾ കോൺഫിഡൻ്റ് തന്നെ തുഴയാനെന്നുണ്ടെന്നുണ്ടെങ്കിൽ കിഡ്സിന് പോലും അവരത് അലോ ചെയ്യുന്നുണ്ട്. 8 വയസ്സിന് മുകളിലുള്ള കിഡ്സ് തന്നെ തുഴയാൻ കേപ്പബിൾ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള കയാക്കിംഗ് ബോട്ടുകളും അവർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലും എടുത്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അങ്ങനെ 30 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ആവോൺ റിവറിൽ കൂടി ആ ഗൈഡ് നമുക്ക് കമൻ്ററിയൊക്കെ പറഞ്ഞു തരും. റിവറിനെ പറ്റിയുള്ള ഹിസ്റ്ററിയും പിന്നെ ക്രൈസ്റ്റ് ചർച്ചിൻ്റെ ഹിസ്റ്ററിയും